നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലിലൂടെ ലിനക്സ് കമാൻഡ് പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെർമെക്സ്. ടെർമെക്സ് എന്നാൽ ടെർമിനൽ എമുലേറ്റർ ആൻഡ് ലിനക്സ് എൻവയോൺമെൻ്റ് ആണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെർമെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാണ് ലിനക്സ് കമാൻഡുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നത്. സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ക്ലിയർ, അല്ലെങ്കിൽ കൺട്രോൾ എൽ എന്ന് പ്രസ് ചെയ്താലും മതി. ക്ലിയർ. നിങ്ങളിവിടെ LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലിസ്റ്റ് ഫയലുകളെയും ഡയറക്ടറികളെയും കാണാൻ വേണ്ടിയിട്ടുള്ള വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് LS. ഇവിടെ ഇപ്പോൾ LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണില്ല, കാരണം ടെർമെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫയലുകളും ഡയറക്ടറികളും ഈ കറണ്ട് ഡയറക്ടറിയിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കമാൻഡാണ് കാറ്റ്. കാറ്റ് എന്നാൽ കൺകാറ്റിനേഷൻ എന്നാണ്. നിങ്ങൾക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കാറ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഫയൽ നെയിം കൊടുക്കുക. CPS1 എന്നൊരുത്തൊരു ഫയൽ നെയിം കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ CPS1 കുട്ടികളുടെ പേരാണെങ്കിൽ കുട്ടികളുടെ പേര്, എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ച് ഇത് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് Ctrl+D. ഈ കീബോർഡിൻ്റെ ഏറ്റവും മുകളിൽ കാണാൻ നിങ്ങൾക്ക് കീബോർഡിൻ്റെ മുകളിൽ Ctrl+Alt+Escape ഒക്കെ, അവിടെ Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ടെർമിനൽ വ്യൂവിലേക്ക് തന്നെ വരും. ഇനി നിങ്ങൾക്ക് LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഈ ഒരു CPS1 എന്ന് പറയുന്ന ഫയൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡാണ് വീണ്ടും കാറ്റ് CPS1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ കാറ്റ് ഗ്രേറ്റർ ദാൻ CPS1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ്. നിങ്ങൾക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യണമെങ്കിൽ Ctrl+L പ്രസ് ചെയ്താലും മതി. ഇനി കാറ്റ് ഡബിൾ ഗ്രേറ്റർ ദാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഡബിൾ ഗ്രേറ്റർ ദാൻ CPS1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ CPS1 എന്ന് കൊടുത്ത് രണ്ട് പേര് കൊടുത്തു, സാം, അനിൽ എന്ന് കൊടുത്ത് ഫയൽ നെയിം കൊടുത്ത് വീണ്ടും Ctrl+D എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള ഫയലിലേക്ക് ഈ സാമും അനിലും കൂട്ടിച്ചേർന്നതായിട്ട് കാണാം. ഓപ്പൺ ചെയ്ത് നോക്കാം. കാറ്റ് CPS1 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സാം അനിൽ. അതായത് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് ഡാറ്റ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുന്നത്. സിംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡുകളാണ്. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കാറ്റിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ കാറ്റ് ഫയൽ നെയിം, ക്രിയേറ്റ് ചെയ്യാൻ കാറ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ CPS1 എന്ന് കൊടുത്തു, ഫയൽ നെയിം എന്ന് കൊടുത്തു. ഇതാണ് കാറ്റ് എന്ന കമാൻഡ്. ഇനി നിങ്ങൾക്ക് കാറ്റ് ഒന്നിൽ കൂടുതൽ അതിന് വീണ്ടും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഒന്നും കൂടി നോക്കാം. കാറ്റ് ഗ്രേറ്റർ ദാൻ CPS2 എന്ന് കൊടുത്ത് അതിൽ 2-3 ഫയൽ കൊടുത്തു. കുറച്ച് നമ്പറുകൾ കൊടുത്തു. Ctrl+D കൊടുത്ത് സേവ് ചെയ്തു. Ctrl+L കൊടുത്ത് സ്ക്രീൻ ക്ലിയർ ചെയ്തു. LS കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 2 ഫയൽ ഇവിടെ കാണാം, CPS1 CPS2. ഈ രണ്ട് ഫയലുകളെ അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ ആ 2 ഫയൽ നെയിം കാറ്റ് എന്ന് കൊടുത്തതിന് ശേഷം CPS1 സ്പേസ് CPS2 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ഫയലും അറ്റ് എ ടൈമിൽ കാണാം. നിങ്ങൾക്കിവിടെ കാറ്റിൻ്റെ കൂടെ എത്ര ഫയലുകളും അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കാണാം. വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റ്
ഫയൽ നെയിം സ്പേസ് ഫയൽ നെയിം സ്പേസ് ഫയൽ നെയിം എക്സെട്ര അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫയലുകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ കാറ്റിൻ്റെ കൂടുതലൊരു ഓപ്ഷനാണ് കാറ്റ് -n CPS1 എന്ന് കൊടുത്തു. CPS1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ ലൈൻ നമ്പർ, നിങ്ങൾ ചെയ്ത ഡാറ്റൻ്റെ നേരെ ലൈൻ നമ്പർ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കാറ്റ് -n CPS1 എന്ന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ സോർട്ട് ചെയ്യണമെങ്കിലോ, സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ഫയൽ സോർട്ട് ചെയ്യാൻ കാറ്റ് ഫയൽ നെയിം കൊടുക്കുന്നു. CPS1 സോർട്ട് ചെയ്ത് ഇവിടെ പൈപ്പ് സിമ്പൽ കൊടുക്കണം. ഈ ബോർഡിൽ പൈപ്പ് സിമ്പൽ സോർട്ട് പുതിയൊരു നെയിം കൊടുക്കുന്നു. ഗ്രേറ്റർ ദാൻ സിമ്പൽ കൊടുത്തതിന് ശേഷം ന്യൂ എന്ന് കൊടുത്തൊരു പേര് കൊടുത്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുത്ത ഡാറ്റ CPS1 ഡാറ്റ സോർട്ട് ചെയ്ത് ന്യൂ എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് കോപ്പി ആയിട്ടുണ്ടായിരിക്കും. നോക്കാം. കാറ്റ് ന്യൂ. നിങ്ങൾക്ക് നിങ്ങളെ ഫയൽ സോർട്ട് ചെയ്തിട്ട് വേറൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു കമാൻഡാണ് കാറ്റ് ഫയൽ നെയിം. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫയലുകൾ കൊടുക്കാം. കാറ്റ് CPS1 CPS2 ഫയൽ നെയിം കൊടുത്തതിന് ശേഷം പൈപ്പ് സിമ്പൽ കൊടുത്ത് സോർട്ട് എന്ന് കൊടുത്ത് പുതിയൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഫയലുകളെ സോർട്ട് ചെയ്ത് മറ്റൊരു ഫയലാക്കി സോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഫയലിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കമാൻഡ്സ് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫയലുകളെ ഒരുമിച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് ഒരു ഫയലാക്കി മാറ്റുവാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് ഈ സോർട്ട് എന്ന് പറയുന്ന കമാൻഡ്. ഈ ക്യാപ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മോർ എന്ന് ഉപയോഗിക്കാം. വലിയ ഫയലുകളൊക്കെ ആണെങ്കിൽ പേജ് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേജ് വൈസ് അല്ല, വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റ് ന്യൂ എന്ന് കൊടുക്കുക. സ്പേസ് കൊടുത്തതിന് ശേഷം മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഫയലാണെങ്കിൽ പേജ് ബൈ പേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കമാൻഡാണ്. ഇത് പൈപ്പ് സിമ്പിളാണ്. കീബോർഡിൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ ഉണ്ടായിരിക്കും. മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേജ് വൈസ് ആയിട്ട് കാണാവുന്നതാണ്. നിങ്ങൾക്ക് കാറ്റ് തിരിച്ച് ആണെങ്കിൽ ടാക്ക് TAC എന്നൊരു ടാക്ക് കൊടുത്ത് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത് നോക്കൂ. നിങ്ങൾ ഈ കൊടുത്ത ഫയലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫയലുകൾ കാണാം. കാറ്റിനെ തിരിച്ചിട്ട് ഫയൽ നെയിം കൊടുക്കുകയാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫയലുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കാറ്റ് എന്ന് പറയുന്ന കമാൻഡിന് ഇവിടെ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഫയൽ നിങ്ങൾക്ക് നിലവിലുള്ള ഫയലുകളെ വേറൊരു ഫയലിലേക്ക് കൂട്ടിച്ചേർക്കണമെങ്കിലോ അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. കാറ്റ് ഇപ്പം ന്യൂ എന്ന് പറയുന്ന ഫയലിലേക്ക്, ന്യൂ എന്ന ഫയലിൽ നിന്നും അല്ലെങ്കിൽ CPS1 എന്ന ഫയൽ 2 ഗ്രേറ്റർ ദാൻ കൊടുത്ത് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ CPS1ത്തെ ഫയലിനെ അപ്പൻഡ് ചെയ്യാവുന്നതും കൂടി ഇവിടെ കാണാം. ഇവിടെ ഇനി കാറ്റ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലുകളെ കൂട്ടിച്ചേർക്കാൻ, അതായത് എക്സിസ്റ്റിംഗ് ഫയൽ, ഇതിപ്പോൾ ഇവിടെ ന്യൂ എന്ന് കൊടുത്ത നിലവിലുള്ള ഫയൽ ആകൊണ്ട് ഇതിലേക്ക് എന്ത് ചെയ്തു, അപ്പൻഡായി. പുതിയ പേരാണെങ്കിൽ ആ പുതിയ പേരിലേക്ക് ആ കണ്ടൻറ്റിനെ കൂട്ടിച്ചേർക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഉപയോഗിക്കുന്നത്. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡുകൾ ഒന്ന് ഫയൽ ഓപ്പൺ ചെയ്യാൻ, സോർട്ട് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ, നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് അപ്പൻഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് കാറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ക്ലിയർ? LS എന്ന് കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത CPS1 CPS2 ന്യൂ എന്ന് പറയുന്ന ഭാഗങ്ങൾ കാണാം.
LSൻ്റെ കൂടെ കുറേ സ്വിച്ചുകളും കുറേ ഓപ്ഷൻസുകളും ഉണ്ട്. അടുത്ത വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ഒരു ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്. അതേപോലെ തന്നെ ഈ ഒരു കാറ്റ് കമാൻഡ് നിങ്ങൾക്ക് നോട്ടായിട്ട് കാറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ, ഈ കാറ്റിൻ്റെ നോട്ടായിട്ട് കിട്ടണമെങ്കിൽ കാറ്റ് എന്ന് കൊടുത്തതിന് ശേഷം 2 ഐഫൺ കൊടുത്തതിന് ശേഷം ഹെൽപ്പ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടുകൾ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാറ്റിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് കാറ്റ്സിൻ്റെ നോട്ട്സുകൾ ഇവിടെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. Ctrl+L. അതേപോലെ തന്നെ ഡേറ്റ്, കമ്പ്യൂട്ടറിൽ ഇതിൽ ലിനക്സിൽ ഡേറ്റ് അറിയണമെങ്കിൽ ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് കാണാം. കറണ്ട് ഡേറ്റ്. കാലെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കലണ്ടർ. ഏതാണോ കലണ്ടർ വെച്ചാൽ ആ കലണ്ടർ നിങ്ങൾക്ക് കാണാം. ഏതാണ് പ്രസൻറ്റ് വർക്കിംഗ് കലണ്ടർ, ഏതാണോ ഇപ്പോൾ ഈ മാസത്തെ കലണ്ടർ വെച്ചാൽ. അതേപോലെ തന്നെ കാലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇയർ കൊടുക്കുകയാണെങ്കിൽ ഏത് ഇയർ ആണെങ്കിലും ഏത് ഇയർ കൊടുക്കുകയാണെങ്കിൽ ആ ഇയർത്തെ ഫുൾ കലണ്ടർ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് 2050 കൊടുക്കുകയാണെങ്കിൽ 2050 കലണ്ടർ ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഫുൾ കലണ്ടർ കിട്ടണമെങ്കിൽ അവിടെ കാൽ എന്ന് കൊടുത്ത് ഇയർ എന്ന് കൊടുത്താൽ മതി. ക്ലിയർ എന്ന് കൊടുത്ത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാറ്റിൻ്റെ കുറച്ചും കൂടി വിശദമായിട്ട് നോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മാൻ എന്നുണ്ട്. മാനുവൽ, എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ ഒരു മാനുവൽ കിട്ടുമല്ലോ. അതേപോലെ തന്നെ ഏത് കമാൻഡിൻ്റെയും മാൻ കാറ്റ് എന്ന് കൊടുത്താൽ മതി. മാൻ കാറ്റ് എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളതിൻ്റെ ഈ കമാൻഡ് കാറ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ നോട്ട്സ് വിശദമായിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ ക്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ടെർമിനൽ സ്ക്രീനിലേക്ക് വരാവുന്നതാണ്. ഈ മാൻ കമാൻഡ് നിങ്ങൾക്ക് പുതിയൊരു ടെർമെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് മാൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ട്, ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ മാൻ എന്ന് കൊടുത്ത് എൻ്റർ അടിക്കണം. മാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സോഫ്റ്റ്വെയറുകളെല്ലാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇതേ കമാൻഡുകൾ നിങ്ങൾ കൊടുക്കണം. മാൻ എന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആപ്റ്റ് ഗെറ്റ് ഇൻസ്റ്റാൾ മാൻ എന്ന് കൊടുത്ത് കഴിഞ്ഞ് എൻ്റർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമാൻഡ് കൊടുക്കാം. അതേപോലെ തന്നെ ഹിസ്റ്ററി, നമ്മളിതുവരെ കൊടുത്ത എല്ലാ കമാൻഡുകളും നിങ്ങൾക്ക് ഇവിടെ കാണണമെങ്കിൽ ഹിസ്റ്ററി എന്ന് കൊടുത്താൽ മതി. ഹിസ്റ്ററി ഇതുവരെ കൊടുത്ത 500 ഇത്രയും കമാൻഡ്സുകൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ കമാൻഡുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ടച്ച് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വേറൊരു സ്ക്രീനിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകളെ ഷെയർ ചെയ്ത ഫയലുകൾ നിങ്ങൾക്ക് നോട്ടാക്കി വെക്കുവാനൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് കൂടി ഇതിലുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു കമാൻഡാണ്, ഇപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇനി ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് mkdir. mkdir എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നത് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണ്. ഡയറക്ടറി മീൻസ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഒരു അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് mkdir. കൊടുത്ത ശേഷം ഫയൽ നെയിം, ഡയറക്ടറി നെയിം കൊടുക്കുക. ഡയറക്ടറി ഏതാണോ, ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി നെയിം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വേറൊരു കളറിൽ COMP. അതൊരു ഡയറക്ടറിയാണ്, അതൊരു ഫയലല്ല. ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്. ആ ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡാണ് COMP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ COMP എന്ന് പറയുന്ന ഒരു ഡയറക്ടറിക്ക് അകത്താണ്, ഡയറക്ടറി ഓർ ഫോൾഡർ. നമ്മൾ ഏത് ഡയറക്ടറിക്ക് അകത്താണോ നിൽക്കുന്നത്, പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണോ അറിയണമെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ട്, PWD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറി COMP, ലാസ്റ്റ് നിൽക്കുന്ന ഈ ഡയറക്ടറി കമ്പ് എന്നാണ്. ഇവിടെ നമ്മൾ LS ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയൽ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. വീണ്ടും ഇവിടെ mkdir കൊടുത്ത് വീണ്ടും ഇവിടെ ഇതിനകത്ത് കമാൻഡ് ഡയറക്ടറീസുകൾ ക്രിയേറ്റ് ചെയ്യാം. എത്ര ഡയറക്ടറീസുകളും ക്രിയേറ്റ് ചെയ്യാം. ഡയറക്ടറീസുകൾ നിങ്ങൾക്ക് ആ ഡയറക്ടറിയിലേക്ക് നിങ്ങൾക്ക് CPS1നെയും ഫയലിനെയും കോപ്പി ചെയ്യാം.
അതിനൊക്കെ ഉള്ള കമാൻഡാണ്. നിങ്ങൾക്ക് ഈ ഡയറക്ടറി നിൽക്കുന്ന ഈ ഡയറക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് ചൈൽഡ് ഡയറക്ടറി. അതിൻ്റെ തൊട്ട് ബാക്കത്തെ ഡയറക്ടറിനെ പാരൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചൈൽഡ് ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ബാക്കോട്ട് പോരണമെങ്കിൽ CD സ്പേസ് കൊടുത്ത് 2 ഡോട്ട് എന്ന് കൊടുത്ത് കഴിഞ്ഞ് എൻ്റർ അടിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡയറക്ടറിയിൽ നിന്നും ചൈൽഡ് ഡയറക്ടറിയിൽ നിന്നും പാരൻറ്റ് ഡയറക്ടറിയിലേക്ക് വന്നു. ഇവിടെ ഈ പാരൻറ്റ് ഡയറക്ടറി ഇപ്പോൾ ചൈൽഡ് ഡയറക്ടറി ആയിരിക്കും. അങ്ങനെ തൊട്ട് ബാക്കിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും അതിൽ പാരൻറ്റ്. ഇവിടെ ഇനി PWD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഹോമിലാണ്. ഇവിടെ നിങ്ങൾക്ക് നിൽക്കുന്ന ഡയറക്ടറിയാണ് കോം. ഇതിലേക്കൊരു ഫയൽ കോപ്പി ചെയ്യണമെങ്കിൽ അതിന് കോപ്പി ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. ഇപ്പോൾ ഡയറക്ടറി ഇപ്പോൾ CP കോപ്പി എന്ന് പറയുന്ന കമാൻഡാണ്. CP അല്ലെങ്കിൽ ഒരു ന്യൂ എന്ന് പറയുന്ന ഫയൽ കോപ്പി ചെയ്യണം. ന്യൂ എന്ന ഫയൽ കോംപ് എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ COMP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഫയൽ COMP എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടാവും. ഇനി LS COMP എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫയൽ അവിടെ കാണാം. ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫയൽ ആ ഡയറക്റ്റ് കാറ്റ് എന്ത് കൊടുക്കണം, കമ്പ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ്. അപ്പോൾ COMP ഡയറക്ടറി നെയിം ന്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഡയറക്ടറി നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കാറ്റ് ഡയറക്ടറി നെയിം // കൊടുത്ത് കഴിയാവുന്നതാണ്. ഇതാണ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്. ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് mkdir. ഇവിടെ നോക്കാം. അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ ഡയറക്ടറികളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, mkdir കൊടുത്ത ശേഷം ഡയറക്ടറി എവിടെ കൊടുക്കാം, കാറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ mkdir സിവിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് ഫോം കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ മെക്കിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്പേസ് കൊടുത്ത് ഡയറക്റ്റ് ചെയ്യുകയാണ്. അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് ഫോൾഡറുകൾ, അതായത് ഡയറക്ടറീസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഡയറക്ടറികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. LSൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് mkdir ഇത് ഇനി ഒരു ഡയറക്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു കമാൻഡാണ് rm കൊടുത്ത് dir ഏതാണ് മെക്കാണെങ്കിൽ MCH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിമൂവ് ആവും. ഇതൊരു ബ്ലാങ്ക് ഡയറക്റ്റ് ആവുകൊണ്ടാണ് റിമൂവ് ആയത്. ഒരു എംപ്റ്റി ഡയറക്റ്റ് ആവുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ rmdir വർക്ക് ചെയ്ത്. ഈ ഡയറക്റ്ററിക്കകത്ത് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, rmdir വർക്ക് ചെയ്യില്ല. ആ ഡയറക്റ്ററിത്തെ ഫയൽ റിമൂവ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ rmdir വർക്ക് ചെയ്യുള്ളൂ. നോക്കാം, rmdir COMP എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ആ ഡയറക്റ്റ് എംപ്റ്റി അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ ടെർമെക്സിലൂടെ നിങ്ങൾക്ക് ഇത്രയും കമാൻഡ്സുകളുള്ളൂ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇതിലേതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത കമാൻഡ്സുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.